ഈയിടെ വൈറലായ ഒരു ഫേമസ് ഡെസേർട്ട് ഞാൻ ട്രൈ ചെയ്യുകയാണ്. ബനാന ഫ്ലാംബേ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലിട്ടൊന്ന് മെൽറ്റ് ചെയ്യുക. അതിലോട്ട് 4 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ഇടുക. അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നോർമൽ ഷുഗർ ഇട്ട് ഒന്ന് കാരമലൈസ് ചെയ്താൽ മതി. കരിഞ്ഞു പോകരുത്. ലോ മീഡിയം ഫ്ലെയിമിൽ വേണം. ഷുഗർ കാരമലൈസ് ആയി ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ സിനമൺ പൗഡർ ഇടുക. സിനമൺ പൗഡർ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, എന്നുവെച്ചാൽ അതിൻ്റെ ഫ്ലേവർ ഇതിന് മസ്റ്റാണ്. അത് ഇട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് നല്ലൊരു സിറപ്പായിട്ട് ഇങ്ങനെ വരും. അപ്പോഴത്തേക്കും നമുക്ക് ഏത്തപ്പഴം, ഞാൻ 2 ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. അത് നല്ല തിൻ സ്ലൈസായിട്ട് നമ്മൾ ഏത്തക്കാപ്പത്തിനൊക്കെ എടുക്കില്ലേ, അതേപോലെ മാക്സിമം തിൻ സ്ലൈസായിട്ട് മുറിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇതിൻ്റെ സിറപ്പ് അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ ബനാന ഒരു 5 to 6 മിനിറ്റ്സ് നന്നായിട്ട് ആ മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്കായി വരണം. കുറച്ചൊരു ഒത്തിരി പഴുക്കാത്ത ഏത്തപ്പഴം എടുക്കരുത്, ഒരു മീഡിയം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കണം. പിന്നെ ബനാന നന്നായിട്ടൊരു 5 to 6 മിനിറ്റ്സ് ഇതിനകത്ത് സിറപ്പിനകത്ത് കിടന്ന് നന്നായിട്ട് കുക്കായി അതിൻ്റെ എസൻസൊക്കെ നന്നായിട്ട് അതിനകത്തോട്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ കണ്ടോ ഇതേപോലെ ഇരിക്കും. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് ചേർക്കുന്നത് നമ്മുടെ ഒരു നാടൻ ടച്ചിന് വേണ്ടിയിട്ട് ഗ്രേറ്റഡ് കോക്കനട്ട് വേണമെങ്കിൽ ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട് ചേർത്താലും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റിയറാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേർക്കുന്നത് ഫ്ലാംബേ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേൺ ചെയ്യുന്ന പ്രോസസ്സിനാണ് ഫ്ലാംബേ എന്ന് പറയുന്നത്. അപ്പം റമ്മാണ് പ്രിഫറബിളി ഒഴിക്കുക. അപ്പം റമ്മ് നമ്മൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റി ഒഴിച്ചിട്ട് പിന്നെയാണ് ഫ്ലെയിമിലോട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കത്തും. അതാണ് ഫ്ലാംബേ എന്ന് പറഞ്ഞ ടെക്നിക്ക്. പക്ഷേ ഞാൻ വെച്ചപ്പോൾ കത്തിയില്ല. എന്തുകൊണ്ട് കത്തിയില്ല എന്ന് എനിക്ക് അറിയത്തുമില്ല. എൻ്റെ ലിക്വറിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ വളരെ കുറച്ച് റമ്മ ആണ് ഒഴിച്ചത്. അപ്പം അതുകൊണ്ടായിരിക്കും അത് കുറഞ്ഞു പോയത്. റമ്മ ഇവിടെ ഇല്ലായിരുന്നു, അപ്പം വേറൊരാളുടെ ഇത് മേടിച്ചിട്ടാണ് ഇച്ചിരി ഒഴിച്ചത്. അപ്പം അതുകൊണ്ടായിരിക്കും അത് ഇച്ചിരി കുറഞ്ഞു പോയത്. ശരിക്കും ഇങ്ങനെ കത്തി ബേൺഡായി വരും. ആ കാരമലൈസ് ചെയ്ത് വരുന്ന പ്രോസസ്സിനാണ് ഫ്ലാംബേ എന്ന് പറയുന്ന ടെക്നിക്ക്. ഇങ്ങനെ ബേണായി വരും. പക്ഷെ തീയും വന്നില്ല, ജ്യോതിയും വന്നില്ല എന്ന് പറയുന്ന പോലെ ആയിപ്പോയി എൻ്റെ അവസ്ഥ. ഏതായാലും ഇത്രയൊക്കെ മെനക്കെട്ടല്ലേ, ഫ്ലെയിം ഓഫാക്കി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് വാനില ഐസ്ക്രീമിൻ്റെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. ചൂടായിട്ട് വേണം ഈ ഫ്ലാംബേ സെർവ് ചെയ്യാൻ വാനില ഐസ്ക്രീമിൻ്റെ കൂടെ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സംഗതി സൂപ്പർബായിരുന്നു. ആ ആൽക്കഹോളൊക്കെ അങ്ങ് ഇതായിട്ട് വരും കേട്ടോ. അത് വേപ്പറൈസ്ഡ് ആയിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ, ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കത്തിയാലും ഇല്ലെങ്കിലും ടേസ്റ്റ് ഉഗ്രനാണ്.